കർണാടക ബണ്ട്വാളിൽ പ്രണയനൈരാശ്യത്തെ തുടർന്ന് 21-കാരിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിൽ. വാമഞ്ചൂർ പച്ചനാടി സ്വദേശി ചേതനാണ് പിടിയിലായത്. ബണ്ട്വാൾ ഉള്ളിഗ്രാമിലെ ബാലപ്പ ഗൌഡയുടെ മകൾ ലാവണ്യയാണ് പ്രതി. ബണ്ട്വാൾ KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് പട്ടാപ്പകൽ വെട്ടിക്കൊലപ്പെടുത്തിയത്. കർണാടക ബണ്ട്വാളിൽ പ്രണയ നൈരാശ്യത്തെ തുടർന്ന് 21-കാരിയെ പട്ടാപകൽ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിൽ. വാമഞ്ചൂർ പച്ചനാടി സ്വദേശി ചേതനാണ് പിടിയിലായത്. ബണ്ട്വാൾ ഉള്ളിഗ്രാമിലെ ബാലപ്പ ഗൌഡയുടെ മകൾ ലാവണ്യയാണ് കൊല്ലപ്പെട്ടത്. ബണ്ട്വാൾ KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് പട്ടാപകൽ അതിക്രൂരമായാണ് പ്രതി ലാവണ്യയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. 4 വർഷം മുൻപ് ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു. പിന്നീട് പ്രണയത്തിൽ നിന്നും പെൺകുട്ടി പിന്മാറുകയായിരുന്നു. ഇതിലുള്ള പകയാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കൊലപാതകത്തിനു ശേഷം പെൺകുട്ടിയുടെ പിതാവിനെ ചേതൻ ഫോൺ വിളിച്ച് മകളെ കൊലപ്പെടുത്തിയെന്നും താൻ ആത്മഹത്യ ചെയ്യുകയാണെന്നും അറിയിച്ചിരുന്നു. ബെൽത്തങ്ങാടി ഒടിലനൽ സ്വദേശിയായ പ്രതി ചേതനെ നാടകീയമായാണ് പോലീസ് പിടികൂടിയത്. മംഗളൂരുവിന് സമീപം വാമഞ്ചൂർ പച്ചനാടിയിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത്. ನಿನ್ನೆ ದಿವಸ ಸಂಜೆ ವೇಳೆಯಲ್ಲಿ ಬಂಟ್ವಾಲ್ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ ವ್ಯಾಪ್ತಿನಲ್ಲಿ ಒಂದು ಮರ್ಡರ್ ಆಗಿದೆ. ಅದರಲ್ಲಿ ಲಾವಣ್ಯ ಎಂದು ಒಂದು 21 ವರ್ಷದ ಹುಡುಗಿಯನ್ನು ಯಾರೋ ಒಬ್ಬ ವ್ಯಕ್ತಿ ಮರ್ಡರ್ ಮಾಡಿದ್ದಾನೆ ಎಂದು ಒಂದು ದೂರು ಬಂದಿದೆ. ಅದರ ನಿಟ್ಟಿನಲ್ಲಿ ಬಂಟ್ವಾಲ್ ಟೌನ್ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ನಲ್ಲಿ ಕ್ರೈಮ್ ನಂಬರ್ 95/26 ಅಂಡರ್ ಸೆಕ್ಷನ್ 78/126 ಮತ್ತು 103 BNS ಪ್ರಕಾರ ಕೇಸ್ ದಾಖಲು ಮಾಡಿ ಕೊಲ್ಲಲಾಗಿದೆ. ಅದು ಎನ್ಕ್ವೈರಿ ಸಂದರ್ಭದಲ್ಲಿ ಅವಳನ್ನು ಮರ್ಡರ್ ಮಾಡಿರೋದು ಅವಳ ದೂರದ ರಿಲೇಟಿವ್ ಆಗಿದ್ದ ಚೇತನಂದ ಒಬ್ಬನು ಆ ಹುಡುಗಿಯನ್ನು ಏಕಪಕ್ಷವಾಗಿ ಲವ್ ಮಾಡ್ತಾ ಇದ್ದ. ಅವನೇ ಮರ್ಡರ್ ಮಾಡಿದ್ದಾನೆ, ತಲ್ವಾರನ್ನು ತಗೊಂಡು ಬಂದು ಎಂದು ಗೊತ್ತಾಗಿದೆ. ತದನಂತರ ಆರೋಪಿ ಪತ್ತೆ ಹಚ್ಚಲಿಕ್ಕೆ ವಿಶೇಷ ತಂಡಗಳನ್ನು ನೇಮಿಸಲಾಗಿದೆ. ಇವತ್ತಿನ ಬೆಳಗ್ಗೆ ಆರೋಪಿಯನ್ನು ಮ್ಯಾಂಗ್ಳೂರ್ನಲ್ಲಿ ಅವನನ್ನು ಸೆಕ್ಯೂರ್ ಮಾಡಿಕೊಳ್ಳಲಾಗಿದೆ. ತದನಂತರ ಅವನು ವಿಚಾರಣೆ ಮಾಡುವಾಗ ಅವನು ಇಲಿ ಪಾಶನ ತಗೊಂಡಿದ್ದಾಗ ಹೇಳಿರ್ತಾನೆ. ಈ ನಿಟ್ಟಿನಲ್ಲಿ ಅವನನ್ನು ಸರ್ಕಾರಿ ಆಸ್ಪತ್ರೆಯಲ್ಲಿ ಈಗ ಅಡ್ಮಿಟ್ ಮಾಡಲಾಗಿದೆ. ನಂತರ ಅವನನ್ನು ಅರೆಸ್ಟ್ ಪ್ರೊಸೀಜರ್ ಕಂಪ್ಲೀಟ್ ಮಾಡಿ ಈಗ ಲೀಗಲ್ ಮುಂದೆ ಕಾನೂನು ಕ್ರಮ ತಗೊಳ್ಳಲಾಗುವುದು. വ്യാഴാഴ്ച വൈകിട്ട് ബണ്ട്വാൾ KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു കൊലപാതകം. കല്ലടുക്കയിലെ ഒരു സ്വകാര്യ നഴ്സിംഗ് ഹോമിലെ ജീവനക്കാരിയാണ് കാക്യപ്പദവിനടുത്തുള്ള കൊടങ്കയിൽ താമസിക്കുന്ന ലാവണ്യ. നടക്കുന്ന കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ ഒരു യാത്രക്കാരനാണ് പകർത്തിയത്. ലാവണ്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം പ്രതി ചേതൻ ഓടി രക്ഷപ്പെടുന്നതും ദൃശ്യങ്ങളിൽ കാണാം. വീട്ടിലേക്ക് പോകുവാനായി ബസ് സ്റ്റാൻഡിൽ എത്തിയതായിരുന്നു ലാവണ്യ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, മംഗളൂരു.